ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ കപ്പലുകൾ ഒഴികെ എല്ലാ കപ്പലുകൾക്കും ഹോർമുസിലൂടെ സ്വതന്ത്ര യാത്ര സാധ്യമാകുമെന്നും ട്രംപ് പറയുന്നു. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന മുഴുവൻ കപ്പലുകൾക്കും ഹോർമുസിൽ ശക്തമായ ഉപരോധം തുടരുകയും ചെയ്യും. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഈ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുന്നതായി ട്രംപ് അറിയിക്കുകയാണ്. അപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂടുതൽ കപ്പലുകൾ അതുവഴി സഞ്ചരിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശമാണോ ഇതിൻ്റെ പിന്നിലുള്ളത്? ഈ യുദ്ധം അവസാനിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ട്രംപ് വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? ഐസൺ ജോസ്. വിനോദ്, തീർച്ചയായും ഈ കപ്പലുകളുടെ ഗതാഗതം കുറെ കൂടി സുഗമമാവുകയും അതുപോലെ തന്നെ കൂടുതൽ കപ്പലുകൾ അതുവഴി പോകേണ്ടതിൻ്റെ അനിവാര്യത തിരിച്ചറിയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചരക്കിൽ, അതായത് കപ്പലിലെ ചരക്കിൻ്റെ 20% തുകയ്ക്ക് സമാനമായ ഒരു പ്രത്യേക ചുങ്കം അല്ലെങ്കിൽ ഒരു കപ്പം എന്നൊക്കെ രീതിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള, ഫീസ് ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം അതിനായി കണ്ടെത്തിയ ഒരു ന്യായം എന്ന് പറയുന്നത് അതിസങ്കീർണമായൊരു മേഖലയാണിത്. ഈ അതിസങ്കീർണമായ മേഖലയിലും ഏറ്റവും സമ്പൽ സമൃദ്ധമായൊരു മേഖലയാണ്. അതായത് വലിയ തോതിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന എണ്ണക്കപ്പലുകൾ പോകുന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇടപാടുകൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതിൻ്റെ സുരക്ഷ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ചെലവിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പലുകളുടെ ചരക്കിൻ്റെ 20% തുക ഇത്തരത്തിൽ ഫീസായി നൽകണമെന്നൊരാവശ്യമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഔദ്യോഗികമായ കാര്യം ആവശ്യപ്പെടുകയും പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ കാര്യത്തിലൊരു തിരുത്തലുണ്ടായിരിക്കുന്നത്. ഈ കപ്പലുകൾക്ക്, അതായത് ഇന്നലെ തന്നെ പറഞ്ഞത് ഇറാൻ്റെ കപ്പലുകൾക്കൊഴികെ എല്ലാ കപ്പലുകൾക്കും 20% ഫീസ് ഏർപ്പാടാക്കുമെന്നും ഇറാൻ്റെ കപ്പലുകൾ ഹോർമൂസിലൂടെ ഇറാൻ പോർട്ടുകളിലേക്ക് പോകുന്നത് പൂർണ്ണമായും ഉപരോധിക്കുമെന്നായിരുന്നു നിലപാട്. ആ ഉപരോധം അതുപോലെ തന്നെ നിലനിർത്തി ഇറാൻ്റെ പോർട്ടുകളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് പോർട്ടുകളിലേക്ക് പോകാനോ പോർട്ടുകളിൽ നിന്ന് പുറത്തു പോകാനോ അനുവദിക്കില്ല. പക്ഷേ ഹോർമൂസിലൂടെയുള്ള ഗതാഗതം തുടരുകയും ഫീസ് ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും ഒരു കൃത്യമായ നിലപാടിൻ്റെ കൂടി ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ നിന്നും ഉണ്ടായത് ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടപാടുകളും സ്വതന്ത്രമായും കുറേ കൂടി സമാധാനപരമായി നടക്കേണ്ടതുണ്ട്. അത് മറ്റൊരു നിർണായക ഘടകം അദ്ദേഹം പരാമർശിക്കുന്നത്, ഇറാനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ അദ്ദേഹം പരാമർശിക്കുന്നത് ഈ ആണവായുധം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ആണവ ശക്തിയായി മാറാനുള്ള നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയോ ചെയ്യുന്നത് പൂർണ്ണമായും തടയുമെന്ന നിലപാട് തന്നെയാണ്. മാത്രമല്ല, ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായുള്ള സമ്മർദ്ദതന്ത്രത്തിൻ്റെ കൂടി നീക്കം, നേരത്തെ ഇതേ ബ്ലോക്കേഡ് സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഭാഗമായി നടപ്പാക്കിയപ്പോൾ ഇറാൻ ഒരു ധാരണയിലെത്താനുള്ള സാധ്യതയിലേക്ക് എത്തുകയും അത് ഒരു ധാരണ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും അത് ലംഘിക്കപ്പെടുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലങ്ങളെല്ലാം ചേർത്ത് വെച്ചാണ് ഫീസ് ഈടാക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും ഔദ്യോഗികമായി ട്രൂത്ത് സോഷ്യലിൽ അതൊരു കുറിപ്പായി തന്നെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഐസൺ, ഒരു കാര്യം കൂടി, ഈ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം തുടങ്ങുന്നതിന് മുമ്പ് ഈ മേഖലയിൽ ഈ ചുങ്കം പിരിക്കുന്നതിനുള്ള അധികാരം അമേരിക്കയ്ക്ക് ആയിരുന്നോ? അല്ലെങ്കിൽ ആരായിരുന്നു ഈ ഹോർമുസിൻ്റെ നിയന്ത്രണം കൈക്കലാക്കിയിരുന്നത്? ആരായിരുന്നു ഇതിനു മുമ്പ് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ യാത്രയ്ക്ക് ഏതെങ്കിലും രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നോ ഐസൺ? തീർച്ചയായും വിനോദ്, അത്തരത്തിൽ ഒരു നിയന്ത്രണങ്ങളും ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇറാനുമായി ഈ സംഘർഷം ആരംഭിച്ച ഒരു സാഹചര്യത്തിലാണ് ഹോർമൂസ് അടയ്ക്കാനുള്ളൊരു നീക്കം, ഹോർമൂസിലെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം അടയ്ക്കാനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാവുന്നതാണ്, രണ്ട് തീരങ്ങളിലൂടെ, തെക്കൻ തീരങ്ങളിലൂടെയും വടക്കൻ തീരങ്ങളിലൂടെയും വടക്കൻ മേഖലയിലൂടെയും കടന്നു പോകുന്ന കപ്പലുകൾക്കാണ്, കടന്നു പോകുന്ന രണ്ട് പാതകളിലാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. ഏറ്റവും ചെറിയ ഈ കടലിടുക്കിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം പൂർണ്ണമായും അടയ്ക്കുന്നൊരു നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ മേഖലകളിലെല്ലാം തന്നെ വൻതോതിൽ സൈന്യത്തെ വിന്യസിച്ച് കപ്പലുകൾ കടന്നു പോകാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു. ആ സാഹചര്യത്തിൽ പല രാജ്യങ്ങളെയും കടത്തിവിടുകയും ചെയ്തിരുന്നു. സുരക്ഷിതമായ ട്രാൻസിറ്റ് എന്ന രീതിയിൽ കൃത്യമായി ഇറാനെ അറിയിച്ച് ഇറാൻ അനുവദിക്കുന്ന കപ്പലുകൾ ട്രാൻസിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഹോർമൂസിൽ ഇത്തരത്തിലുള്ള നികുതി ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ താരിഫ് ഏർപ്പെടുത്തുകയോ ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിന് മുൻപ് ഹോർമൂസ് സ്വതന്ത്രമായി ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നു പോവുകയും ഭാരതത്തിലേക്ക് ഉൾപ്പെടെയുള്ള കപ്പലുകൾ കടന്നു വരികയും ചെയ്തിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 20% ആഗോള കപ്പൽ ഗതാഗതം നടക്കുന്നത് ഹോർമൂസിലൂടെയാണ്. 20% അതുവഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായൊരു ഹോർമൂസ് അനിവാര്യമാണ് എന്ന നിലപാടാണ് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത്. നിയന്ത്രണങ്ങളൊന്നും ഒരു തരത്തിലും ഫീസ് ഏർപ്പെടുന്ന ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഈ സ്വതന്ത്ര വ്യാപാര മേഖലയിൽ, സ്വതന്ത്ര കപ്പലോട്ട മേഖലയിൽ ഉണ്ടാകരുത് എന്ന നിലപാട് തന്നെയാണുള്ളത്. ആ നിലപാട് തുടരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ സംഘർഷങ്ങളെല്ലാം ഉണ്ടായതും സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഫീസ് ഏർപ്പെടുത്താനുള്ള നീക്കം
നടത്തുന്നുവെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തത്. നേരത്തെ ഇറാൻ ഇക്കാര്യം സമാനമായ രീതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. തകർന്ന ഇറാൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഈ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഫീസ് നൽകണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ ലോകം തയ്യാറായിരുന്നില്ല, ഒരു രാഷ്ട്രവും തയ്യാറായിരുന്നില്ല. സമാന രീതിയിൽ ഈ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും ചുങ്കം ചുമത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അംഗീകരിക്കപ്പെടേണ്ടതില്ല. അതിനുള്ള അധികാരവും ഒരു രാജ്യങ്ങൾക്കുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായൊരു ഫീസ് എന്ന രീതിയിലാണ് ട്രംപ് ഇത്തരത്തിൽ തുക ഏർപ്പാടാക്കാനുള്ള തീരുമാനമെടുത്തത്. പക്ഷേ ആ തുക വലിയൊരു തുകയായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കപ്പലിലെ മൊത്തം ചരക്കിൻ്റെ 20% മൂല്യം ഇത്തരത്തിൽ ഫീസായി നൽകണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ വലിയ തോതിൽ, അതായത് 1/5 പണപ്പെരുപ്പം ഉണ്ടാക്കാനുള്ള, 1/5 വിലവർധനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കുള്ള സാധ്യത നേരത്തെ ഹോർമൂസിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. അത് യുദ്ധത്തിന് മുൻപ് ഹോർമൂസിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വളരെ വ്യക്തമാണ്. ഹോർമസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം ഈടാക്കാനുള്ള നേരത്തെയുള്ള തീരുമാനം അത് ഉപേക്ഷിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാന്റെ കപ്പലുകൾ ഒഴികെ എല്ലാ കപ്പലുകൾക്കും ഹോർമസിലൂടെ സ്വതന്ത്ര യാത്ര സാധ്യമാക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന മുഴുവൻ കപ്പലുകൾക്കും ഹോർമസിൽ ശക്തമായ ഉപരോധം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കുന്നു. ഇതിൻ്റെ വിശദമായ വാർത്തകൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.